അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിക്കാഹ് സംബന്ധമായ വിഷയങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി ഹറാമുകളോ അള്ളാഹു അനുവദിക്കാത്തതോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കാതെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്, ഉണർത്തുകയാണ്. വളരെ അച്ചടക്കത്തിലും വളരെയധികം അള്ളാഹുവിനെ ഭയപ്പെട്ടും കാര്യങ്ങളെ നോക്കിക്കാണുന്ന വലിയൊരു ചെറുപ്പക്കാരുടെ വിഭാഗം, ഒരു വലിയ ശതമാനം തന്നെ ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതറിയുന്നതിൽ കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു പിതാവ് അവരുടെ മകളെ ഭർത്താവിന് നിക്കാഹിൻ്റെ വചനം ചൊല്ലിക്കൊടുത്ത് നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പറ്റും എന്ന ഒരു പരാമർശം ഒരു സംശയത്തിന് നിവാരണമായിട്ടും വിശദീകരണമായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാലിക്കി മദ്ഹബിലെ ഈ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിൽ ഷാഫിഈ മദ്ഹബാണ് അംഗീകരിക്കുന്നത്, നമ്മൾ ആചരിച്ചു പോരുന്നത് എന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലെ നിക്കാഹുകളൊക്കെ നടക്കുന്നത് തീർച്ചയായും നമ്മുടെ മദ്ഹബിൽ തന്നെ നിന്നുകൊണ്ട് സാക്ഷികളെ വിസ്തരിച്ച് നിക്കാഹിൻ്റെ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം എന്ന് ഉണർത്തേണ്ട ആവശ്യമില്ല. ഒരു പുതിയ വിവാദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നടത്താനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ വിഷയം ഒന്നുകൂടെ ചർച്ചക്കിടുന്നത്. അതായത് നമുക്ക് ചില മനസ്സിലാവാത്ത ചില വിഷയങ്ങൾ മനസ്സിലായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് അവ്യക്തമായ വിഷയം വ്യക്തമായി വരുന്ന സമയത്ത് അതിൻ്റെ ഒരു വിശദീകരണം ഒന്നുകൂടെ ജനങ്ങൾക്ക് നൽകുന്നത് അറിയിക്കുന്ന ഉത്തമമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. മാലിക്കി മദ്ഹബിൻ്റെ കിതാബുകൾ നമ്മുടെ ഉസ്താദുമാർ, എൻ്റെ പ്രഗത്ഭരായ ഉസ്താദുമാരും നമ്മുടെ നൂർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരും ഒക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച വന്നതിൻ്റെ ശേഷം ഒരുപാട് പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർ ഇനി എങ്ങാനും തന്നെ നമ്മുടെ മാലിക്കി മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നിക്കാഹ് ചെയ്യുന്ന പക്ഷം ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തുകയാണ്. ആനന്ദിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ സംസാരം തലദ്ദുദ് ബിൽ കലാം, മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഇങ്ങനെ നിക്കാഹ് സ്വഹീഹാവും എന്ന വിഷയം ശരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സാക്ഷികളില്ലാതെ തന്നെ നിക്കാഹ് സ്വഹീഹാവും. എന്നാൽ ആ നിക്കാഹിലൂടെ ഭാര്യയെ സമീപിക്കണമെങ്കിൽ സാക്ഷികളെ വിസ്തരിക്കണം. അത് മുമ്പ് പറഞ്ഞ ആ വിഷയത്തിൽ തിരുത്തുകളൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. എന്നാൽ അവർ ആനന്ദിക്കുന്നത്, സംസാരിച്ച് സല്ലപിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ നിയന്ത്രണം വേണമെന്ന് തന്നെയാണ് മാലിക്കി മദ്ഹബിലും ഉള്ള അഭിപ്രായം. അതുകൊണ്ട് നിക്കാഹ് സ്വഹീഹാവും എന്ന ആ വിഷയം മാത്രം എടുത്തുകൊണ്ട് ചെറുപ്പക്കാർ അവർ സംസാരിച്ചുകൊണ്ട് ആനന്ദിക്കുകയോ, സാധാരണഗതിയിൽ നിക്കാഹിൻ്റെ മുമ്പുള്ള സംസാരങ്ങൾക്കൊക്കെയുള്ള ഇസ്ലാമിൻ്റെ വിധിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാലിക്കി മദ്ഹബിൽ അഖദ് സ്വഹീഹാവും എന്ന വിഷയം ശരിയാണ്. പക്ഷേ വലാ യജൂദു തലദ്ദുദു ബിൽ കലാം എന്നൊരു വാചകം മദ്ഹബിൻ്റെ കിതാബുകളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം കൂടെ അറിയിക്കുകയാണ് നമ്മൾ. എന്നാൽ തന്നെയും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നമ്മൾ പൂർണ്ണമായ രീതിയിൽ തന്നെ നിക്കാഹ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ അവർക്ക് ആനന്ദിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ തന്നെ ആയിക്കൊള്ളുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഒരുപാട് ചർച്ച ചെയ്യാനുമൊക്കെ ഈ ഒരു വിഷയം സഹായകമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. നമ്മൾ എതിരാളികളായാലും കൂടുള്ളവരായാലും ആരായിരുന്നാലും ഇൽമിൻ്റെ ദീനിൻ്റെ വിഷയം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ അതിൽ വിശദീകരണങ്ങളോ തൊടുമ്പോഴേക്കും അതൊരു കോൺട്രവേഴ്ഷ്യലാക്കുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വേറെ വല്ല ഫിത്തനകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് പകരം അത് പോസിറ്റീവായിട്ട് ജനങ്ങൾ സ്വീകരിക്കണം എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഒക്കെ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് പല സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ. എന്നാൽ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടെടുത്ത് നമ്മൾ നന്മയും എൽമും പ്രചരിപ്പിച്ച് ജനങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും പേടിയും ഭയപ്പാടും ഉണ്ടായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെ ഒരുപാട് ഉപദേശങ്ങളും അവരുടെയൊക്കെ എൽമും ഒക്കെ നമ്മൾ കണക്കിലെടുത്ത്
എടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാലിക് മദ്ഹബിൻ്റെ അഭിപ്രായത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ഈ ഒരു വിഷയം കൂടെ ഞാൻ ഉണർത്തുകയാണ്. അതിലെന്ത് ചെയ്യരുത്, ചെറുപ്പക്കാർ ആനന്ദിച്ചുകൊണ്ടുള്ള സംസാരം ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടെ അറിയിക്കുന്നു. കാരണം ശരീഅത്തിൻ്റെ ഈ കാഴ്ചപ്പാട് വലിയൊരു അത്ഭുതം കൂടെയുണ്ട്. ഒരു വളരെ ശാരീരികമായി അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിക്കാഹ് നടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ സാധാരണ നിശ്ചയം കഴിഞ്ഞ് സംസാരിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായി നോക്കിയാൽ തന്നെ വലിയ അബദ്ധമാണെന്നാണ്. കാരണം നമ്മുടെ ഭാര്യ അല്ലാതിരിക്കുന്ന ഒരാളോട് നമുക്ക് ഒരുപാട് ഭാവനാവിലാസങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുക. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും കാണാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യശാസ്ത്ര മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംസാരം നടക്കുന്നതോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് വിചാരിച്ചതുപോലെ, മുമ്പ് കേട്ടതുപോലെ, മുമ്പ് എൻ്റെ പ്രതിഷ്ഠിത വരൻ എന്നോട് സംസാരിച്ചതുപോലെ അല്ലല്ലോ ഇപ്പം പെരുമാറുന്നത് എന്നൊക്കെ തോന്നി മാനസികമായ ഒരു പ്രയാസം വരാനും അത് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം, നമുക്കറിയില്ല. അള്ളാഹു ആലം, അള്ളാഹുവിൻ്റെ മുറാദ് നമുക്കറിയില്ല. നമ്മുടെ ശരീഅത്തിൽ പോലും അങ്ങനെ ഒരു നിയമം വരാൻ കാരണം അതാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ പ്രോപ്പറായി കല്യാണം കഴിഞ്ഞ് നിക്കാഹ് ചെയ്ത് അള്ളാഹു പറഞ്ഞ ആ രീതിയിലുള്ള അച്ചടക്കത്തോടു കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിലും മക്കളിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവണം. ഇൻഷാ അള്ളാഹ് നമ്മുടെ ആലിമീങ്ങളും ഉസ്താദുമാരുമായ ആളുകൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സുൽ ബറക്കത്തും ആഫിയത്തും സലാമത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെ وأقول كما قال الصالحون قبلنا إن أصبت فمن الله وإن أخطأت فمني ومن الشيطان. നമുക്ക് അല്ലാഹു തആല നല്ല അറിവ് അറിയിച്ചു തരുന്നത്, അല്ലാഹു നമുക്ക് ഇൽമു തരുന്നത്, നമ്മൾ കാര്യങ്ങൾ നേരെ പറയുന്നത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സഹായമാണ്. നമുക്ക് എന്തെങ്കിലും പഴച്ചു പോവുകയാണ്, ഇത് നമ്മിൽ നിന്നും പിശാച്ചിൽ നിന്നുമാണ്. അല്ലാഹുവിനോട് നമ്മൾ നാഫിയ ഇൽമിനെ ചോദിക്കാം. അല്ലാഹു നമുക്കൊക്കെ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞ ഈ ഒരു വിശദീകരണം കൂടെ അതിലേക്ക് ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.